ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ബേസിക് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയിൽ വളരെ മുമ്പ് തന്നെ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചായി ഡെവലപ്പ് ചെയ്തപ്പോൾ ചില ലോസിനെ ബേസ് ചെയ്തിട്ടാണ് അതൊരു പെർട്ടിക്കുലർ ബ്രാഞ്ച്, സയൻസിൻ്റെ ബ്രാഞ്ചായിട്ട് മാറുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ബേസിക് ലോസ് എന്ന് നോക്കാം. ആദ്യത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അത് നമുക്കൊരു എക്സാമ്പിൾ പറയാം. When 4.2 gram sodium chloride react with 10 gram silver nitrate, form 2.2 gram sodium nitrate and 12 gram silver chloride. 4.2 ഗ്രാം സോഡിയം ക്ലോറൈഡും 10 ഗ്രാം സിൽവർ നൈട്രേറ്റും റിയാക്ട് ചെയ്തപ്പോൾ 2.2 ഗ്രാം സോഡിയം നൈട്രേറ്റും 12 ഗ്രാം സിൽവർ ക്ലോറൈഡും ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മാസ് ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ അഭികാരങ്ങൾ എന്ന് പറയും അല്ലേ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ. അപ്പം നമ്മുടെ അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും മാസ്, ടോട്ടൽ മാസ് ഞാൻ കാണുകയാണ് 4.2 + 10. അപ്പോൾ എത്ര കിട്ടി? 14.2. ഇനി പ്രോഡക്റ്റിൻ്റെ മാസ് 12 + 2.2, അതും എത്ര തന്നെയാണ്? 14.2. അപ്പോൾ അവിടെ റിയാക്റ്റൻറ്റിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ. അതാണ് നമ്മുടെ ഒരു ചിത്രത്തിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു റിയാക്ഷന് മുമ്പുള്ള രണ്ട് സബ്സ്റ്റൻസിന് നമ്മൾ സബ്സ്റ്റൻസിൻ്റെ മാസ്, ടോട്ടൽ മാസ് 92.95 എന്ന് കിട്ടി അല്ലേ. ഇനി ആ ഒരു റിയാക്ഷൻ നടന്നിട്ടുള്ള അതിൻ്റെ മാസ് 92.95 ആണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒരു റിയാക്ഷനിലുള്ള റിയാക്റ്റൻറ്റിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും എപ്പോഴും സെയിം ആയിരിക്കും. Total mass of reactant consumed in a chemical reaction is equal to total mass of product formed. അപ്പോൾ മാസ് ഓഫ് റിയാക്റ്റൻ്റ് തന്നെയായിരിക്കും മാസ് ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ, ഒരു പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എപ്പോഴും അതൊരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന് ഈക്വൽ ആണോ എന്ന് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യും. എപ്പോഴും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം അത് കറക്റ്റാണോ, അല്ലെങ്കിൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് തന്നെയാണോ മാസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യും. നമ്മൾ ആദ്യമായിട്ട് റിയാക്ഷനൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളതൊരു മാസ് ഓഫ് റിയാക്റ്റൻറ്റും മാസ് ഓഫ് പ്രോഡക്റ്റും ഈക്വൽ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, മാറ്റർ ക്യാൻ ബി neither be created nor be destroyed as a result of any chemical or physical change. മാറ്റർ ഒരിക്കലും നമുക്കറിയാം, ഇവിടെ നമുക്കറിയാം റിയാക്റ്റൻറ്റിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും ഈക്വലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സബ്സ്റ്റൻസിനൊന്നും സംഭവിക്കുന്നില്ല, അതവിടെ തന്നെ ഉണ്ട്. പക്ഷെ അതൊരു ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. റിയാക്റ്റൻ്റ് എന്തായിട്ട് മാറി? പ്രോഡക്റ്റായിട്ട് മാറി. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, മാറ്റർ ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ്, നമുക്ക് പുതുതായി ഉണ്ടാക്കാൻ പറ്റില്ല, നോർ ബി ഡിസ്ട്രോയിഡ്, നശിപ്പിക്കാനും പറ്റില്ല, ആസ് എ റിസൾട്ട് ഓഫ് എനി കെമിക്കൽ ഓർ ഫിസിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് നടന്നാലും ഫിസിക്കൽ ചേഞ്ച് നടന്നു കഴിഞ്ഞാലും മാറ്ററിന് ഒരിക്കലും നമുക്ക് പുതുതായി ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും റിയാക്റ്ററിൻ്റെ മാസ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, പ്രോഡക്റ്റിൻ്റെ മാസും. ഇറ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ലാവോസിയർ. ഇത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ലാവോസിയർ. ഇനി രണ്ടാമത്തെ നോക്കാം, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് കോമ്പൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ.
എന്താണ് കോമ്പൗണ്ട്സ്? കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or more different elements combined in a fixed ratio പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഒരു കോമ്പൗണ്ട് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് കോമ്പൗണ്ടിനെ കുറിച്ച് കോമ്പൗണ്ട് കണ്ടെത്തിയപ്പോൾ കോമ്പൗണ്ടിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനാണ്. നിങ്ങൾക്കറിയാം വാട്ടറിൻ്റെ ഒരു H2O ചിത്രം അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. വാട്ടറിലുള്ള ഹൈഡ്രോജൻ്റെയും ഓക്സിജൻ്റെയും മാസുകൾ തമ്മിലുള്ള റേഷ്യോ, അവിടെ അറ്റോമിക് മാസ് ഒന്നുമല്ല, നമുക്കറിയാം അറ്റോമിക് മാസും മോളും എല്ലാം കണ്ടെത്തുന്നതിന് മുമ്പേ ആദ്യം കണ്ടെത്തിയ ചില ലോസ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അറ്റോമിക് മാസ് ഒന്നും അറിയില്ല. അപ്പോൾ അവർ എങ്ങനെയാണ് അതിൻ്റെ മാസ് കാണുന്നത്? ഓരോ സാമ്പിൾ എടുക്കും, ആ സാമ്പിളിൽ ഹൈഡ്രോജനും ഓക്സിജനും എത്ര ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അതാണ് മാസ് റേഷ്യോ ആണ് അവിടെ കൊടുത്തത്. അപ്പോൾ വാട്ടറിലുള്ള ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും മാസ് റേഷ്യോ 8:1 ആണ്. 8:1. Water always contain 2 elements, hydrogen and oxygen, combined in a definite mass ratio. Water always contain 2 elements, hydrogen ഉണ്ട് കേട്ടോ. Hydrogen and oxygen combined in a definite mass ratio of 1:8. അവിടെ അത് മറഞ്ഞിട്ടുണ്ട്, ചിത്രത്തിലുണ്ട് 8:1 കേട്ടോ. ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ്. അത് വാട്ടർ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും, നമ്മളെ കിണറിലെ കുടിവെള്ളത്തിലെ വാട്ടർ ആയാലും മഴ പെയ്യുമ്പോഴുള്ള വാട്ടർ ആയാലും ഏത് സോഴ്സിൽ നിന്ന് നമ്മൾ വാട്ടർ എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസുകൾ നമ്മൾ റേഷ്യോ എത്ര വരുന്നത്? 8:1. ഹൈഡ്രജനും ഓക്സിജൻ എന്ന് പറയുമ്പോൾ 1:8. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ അത് നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും നമ്മൾ വാട്ടറിലുള്ള ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസുകളും റേഷ്യോ എത്രയാണ്? 8:1 ആണ്. ഇനി അടുത്തത് റേഷ്യോ ബിറ്റ്വീൻ ദ മാസ് ഓഫ് കോപ്പർ ആൻഡ് ഓക്സിജൻ ഈസ് സെയിം വെൻ കുപ്രിക് ഓക്സൈഡ് പ്രിപ്പയർഡ് ബൈ 2 ഡിഫറെൻറ്റ് മെത്തേഡ്. നമ്മൾ കുപ്രിക് ഓക്സൈഡ് 2 വേറെ വേറെ മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാണ്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് കുപ്രിക് ഓക്സൈഡിൽ കോപ്പറിൻ്റെയും ഓക്സിജൻ്റെയും മാസുകൾ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് അവിടെ നമ്മൾ പറഞ്ഞത്. എപ്പോഴും ഒരു ഫിക്സ്ഡ് റേഷ്യോയിലായിരിക്കും എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുക. ഒരു കോമ്പൗണ്ടിൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്ന എപ്പോഴും ഒരു ഫിക്സ്ഡ് റേഷ്യോയിലായിരിക്കും, അതിൻ്റെ മാസ് റേഷ്യോയിലായിരിക്കും. The law states that same compound always contains same elements in a same fixed proportion by mass. ഒരു കോമ്പൗണ്ടിൽ ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെൻറ്റ്സ് അല്ലേ. ആ കോമ്പൗണ്ട് നമ്മൾ എവിടുന്ന് ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എവിടുന്ന് എടുത്തു കഴിഞ്ഞാലും അതിൽ ഓരോ എലമെൻറ്റ്സാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിലെപ്പോഴും എന്താ ഉണ്ടാവുക? കാർബണും ഓക്സിജനും ഉണ്ടാവുക. ഇനി സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്, അതിൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസുകൾ തമ്മിലൊരു ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കും. അതാണ് ലോ പറയുന്നത് അല്ലേ. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് തന്നെ വരുന്നത്. ദ ലോ സ്റ്റേറ്റ് ദാറ്റ് സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെൻറ്റ്സ് ഇൻ എ സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ലോ പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. ഇത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ജോസഫ് പ്രൗസ്റ്റ്. അപ്പോൾ നിങ്ങളെപ്പോഴും ലോ പഠിക്കുമ്പോൾ അതിൻ്റെ സയൻറ്റിസ്റ്റിനെയും കൂടെ പഠിച്ചു പോവുക കേട്ടോ. എക്സാമിന് അതും ചോദിക്കാറുണ്ട്. ഇനി ഇതിൽ നമ്മളിതൊന്ന് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലം 1-2 എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഏതായാലും നമ്മളൊരു എക്സാമ്പിൾ മാത്രം ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എന്താണ് ഈ ലോ എന്ന് ഒന്ന് പറഞ്ഞു തരാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ,
1.08 gram copper metal when treated with nitric acid followed by ignition of nitrate form 1.35 gram cupric oxide. 1.08 gram കോപ്പർ മെറ്റൽ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത ശേഷം ആ നൈട്രേറ്റിനെ നമ്മൾ കത്തിക്കുക, ഇഗ്നീഷൻ നടത്തുക, ഫോം. അപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1.35 gram കുപ്രിക് ഓക്സൈഡ് കിട്ടും. ഇൻ അതർ എക്സ്പെരിമെൻറ്റ്, വേറൊരു എക്സ്പെരിമെൻറ്റിൽ 2.3 gram കുപ്രിക് ഓക്സൈഡ് റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഗേവ് 1.84 gram കോപ്പർ. കുപ്രിക് ഓക്സൈഡിന് റിഡക്ഷൻ നടത്തി, ഹൈഡ്രജനുമായിട്ട് റിഡക്ഷൻ നടത്തിയപ്പോൾ 1.84 gram കോപ്പർ കിട്ടി. ഷോ ദ ഡാറ്റ ഇല്ലുസ്ട്രേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇല്ലേ, ഇത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ശരിവെക്കുന്നതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ 2 റിയാക്ഷനാണ്. 2 റിയാക്ഷനിലുള്ള തന്നതൊക്കെ നമ്മളൊന്ന് എഴുതിയെടുക്കുക. മാസ് ഓഫ് കോപ്പർ ഓക്സൈഡിൻ്റെ മാസ് എത്രയാണ്? 1.35. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കോപ്പർ ഓക്സൈഡിൻ്റെ മാസ് 1.35. മാസ് ഓഫ് കോപ്പറിൻ്റെ മാസ് എത്രയാണ്? 1.08. അപ്പം കോപ്പറും ഓക്സിജനും ആണല്ലോ ഏതിലുണ്ടാവുക? കോപ്പർ ഓക്സൈഡിലുണ്ടാവുക. അപ്പോൾ കോപ്പറിൻ്റെ മാസ് നമുക്ക് കിട്ടി, കോപ്പർ ഓക്സൈഡിൻ്റെ മാസ് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഓക്സിജൻ്റെ മാസ് കിട്ടണം. ഓക്സിജൻ്റെ മാസ് എങ്ങനെ കിട്ടും? കോപ്പറിൻ്റെ മാസ്, കോപ്പർ ഓക്സൈഡിൻ്റെ മാസ് മൈനസ് കോപ്പറിൻ്റെ മാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ മാസ് കിട്ടൂല, നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം. യെസ്. അപ്പോൾ മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? കോപ്പർ ഓക്സൈഡിൻ്റെ മാസ് 1.35 ആണ്, മൈനസ് 1.08. എത്ര കിട്ടി? കോപ്പറിൻ്റെ മാസ് 1.08. അപ്പോൾ ഓക്സിജൻ്റെ മാസ് എത്ര കിട്ടി? 0.27. ഇനി ഇതിൻ്റെ റേഷ്യോ കാണാം. മാസ് ഓഫ് കോപ്പർ ഈസ് ടു മാസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ എത്ര കിട്ടി? 1.08 ഈസ് ടു 0.27. ഇനി നമ്മളിപ്പോൾ റേഷ്യോ എങ്ങനെ സിമ്പിൾ റേഷ്യോയിലേക്ക് മാറ്റുക? ആ രണ്ടിലുള്ള ഏറ്റവും ചെറിയ വാല്യൂ ഏതാ നോക്കുക. ഇത് ഈ 1.08ലും 0.27ലും ചെറുത് ഇതാണ്, 0.27 ആണ്. അപ്പോൾ 0.27 കൊണ്ട് 2 നമ്പറും നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 0.27 കൊണ്ട് 1.08 ഡിവൈഡഡ് ബൈ 0.27 എന്താ കിട്ടുക? 4 എന്ന് കിട്ടും. 0.27 ഡിവൈഡഡ് ബൈ 0.27 എന്താ കിട്ടുക? 1 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടി? 4:1 റേഷ്യോ. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ നോക്കാം. രണ്ടാമത്തെ റിയാക്ഷനിൽ കോപ്പർ ഓക്സൈഡിൻ്റെ മാസ് 2.3 gram ആണ്. കോപ്പറിൻ്റെ മാസ് 1.84 ആണ്. ഓക്സിജൻ്റെ മാസ് അപ്പോൾ എങ്ങനെ കിട്ടും? കോപ്പർ ഓക്സൈഡിൻ്റെ മാസ് മൈനസ് കോപ്പറിൻ്റെ മാസ് 2.3 മൈനസ് 1.84 എത്ര കിട്ടി? 0.46. അപ്പോൾ മാസ് ഓഫ് കോപ്പർ ഈസ് ടു മാസ് ഓഫ് ഓക്സിജൻ എത്ര കിട്ടി? 1.84 ഈസ് ടു 0.46. അപ്പോൾ ഇതിൽ രണ്ടിനെയും നമ്മൾ ഇതിലേറ്റവും ചെറുത് ഏതാണ്? 0.46 ആണ്. അപ്പോൾ 0.46നെ കൊണ്ട് 2ഉം ഡിവൈഡ് ചെയ്യുക. 1.84 ഡിവൈഡ് ബൈ 0.46 4 ആണ്. 0.46 ഡിവൈഡ് ബൈ 0.46 1 ആണ്. അപ്പോൾ നമുക്ക് 2 എക്സ്പെരിമെൻറ്റിലും കോപ്പറിൻ്റെയും ഓക്സിജൻ്റെയും മാസുകൾ നമ്മൾ റേഷ്യോ എന്താണ്? 4:1 ആണ്. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. കോപ്പർ ഓക്സൈഡ് ഏത് രീതിയിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും അതിലുള്ള കോപ്പറിൻ്റെയും ഓക്സിജൻ്റെയും മാസുകൾ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെൻറ്റ്സ് which combine together in a same fixed proportion by mass. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇനി അടുത്ത് നോക്കാം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. When 2 elements combined form more than one compound, കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്യാം. ഇപ്പോൾ ചില എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നിലധികം പ്രോഡക്റ്റ് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാം, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ സൾഫറും ഓക്സിജനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവാം, സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാവാം. അങ്ങനെ രണ്ട് എലമെൻറ്റ് റിയാക്ട് ചെയ്ത്, രണ്ടോ അതിലധികമോ എലമെൻറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന കേസിൽ അതിൽ നമുക്കറിയാം, നമ്മൾ കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും കാർബണിൻ്റെ മാസ് നമുക്കറിയാം അത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ അത് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഓക്സിജൻ്റെ മാസുകൾ തമ്മിലൊരു റേഷ്യോ ഉണ്ട്. കാർബൺ മോണോക്സൈഡിൽ കാർബണല്ല ഓക്സിജൻ എത്രയാണ്? 1. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിൽ ഓക്സിജൻ എത്രയാണ്? 2. അപ്പോൾ റേഷ്യോ എന്താണ്? 1:2 ആണ്. അതാണ് ലോ പറയുന്നത്. ഇപ്പോൾ 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ എലമെൻസിൻ്റെ ഡിഫറെൻ്റ് മാസുള്ള എലമെൻറ്റ്സ് ഫിക്സ്ഡ് മാസുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഡിഫറെൻ്റ് മാസുള്ള എലമെൻറ്റിൻ്റെ മാസുകൾ നമ്മൾ റേഷ്യോ എപ്പോഴും സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പം കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അതിൽ കാർബണിൻ്റെ മാസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഫിക്സ്ഡ് മാസുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് മാസുള്ള എലമെൻറ്റിൻ്റെ മാസുകൾ നമ്മൾ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സിമ്പിൾ റേഷ്യോയിലായിരിക്കും. ഇനി ലോ പറയാം. The law states that when 2 elements combine to form more than one compounds, 2 എലമെൻറ്റ് കമ്പൈൻ ചെയ്യുന്നു, ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു. then different masses of one of the element, അതിൽ നമുക്കറിയാം കാർബൺ മോണോക്സൈഡിലും കാർബൺ ഡൈ ഓക്സൈഡിലും ഓക്സിജൻ്റെ മാസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെൻറ്റ് വിച്ച് കമ്പൈൻഡ് വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് ദി അതർ, അത് കമ്പൈൻ ചെയ്തിരിക്കുന്ന എലമെൻറ്റിൻ്റെ മാസ് ഒന്നാണ്. രണ്ടിലും കാർബണിൻ്റെ മാസ് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് മാസ് ഓഫ് ദി അതർ ബിയർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ടു വൺ അനദർ. അതൊരു സിമ്പിൾ റേഷ്യോയിലാണത് കൂടിച്ചേരുക. ഓക്കെ, അപ്പോൾ അതാണ് 1:2 എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കേസിൽ ഇത് 1:2 ആണ്. The law states that when 2 elements combine to form more than one compounds, then different masses of one of the element which combine with the fixed mass of the other bear a simple whole number ratio to one another. 2 എലമെൻറ്റ്സ് കൂടിച്ചേരുന്നു, ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നു, അതിലൊന്നിൻ്റെ മാസ് ഫിക്സ്ഡ് ആണ്. ഈ ഫിക്സ്ഡ് മാസുള്ള എലമെൻറ്റ് ഡിഫറെൻറ്റ് മാസുള്ള എലമെൻറ്റുമായിട്ട് എലമെൻറ്റ് ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും അത് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുക. അത്രയേ ഉള്ളൂ ലോ പറയുന്നത്. അപ്പോൾ അവിടെ വേറൊരു എക്സാമ്പിൾ നോക്കാം. H2O H2O2. H2O H2O2ൽ നമുക്കറിയാം ഹൈഡ്രജൻ രണ്ടിലും ഒന്ന് തന്നെയാണ്. പക്ഷെ അവിടെ എന്തിൻ്റെ മാസ് ഡിഫറെൻ്റ് ആണ്? ഓക്സിജൻ്റെ. 1:2 റേഷ്യോയിലാണ്. അപ്പോൾ അതാണ് അവിടെ ലോ പറയുന്നത്. 2 എലമെൻറ്റ്സ് അല്ലേ, ഡിഫറെൻറ്റ് മാസ് ഓഫ് വൺ ഓഫ് ദി എലമെൻറ്റ്. അവിടെ ഓക്സിജൻ ഡിഫറെൻറ്റ് മാസ്സാണ്. വിച്ച് കമ്പൈൻ വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് ദി അതർ. അത് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ്റെ മാസ് ഫിക്സ്ഡ് ആണ്. പിയർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ടു വൺ അനദർ. അത് ആ ഓക്സിജൻ്റെ മാസുകൾ നമ്മൾ റേഷ്യോയുടെ എത്രയാണ്? 1:2 ആണ്. ഇനി SO2 SO3യിൽ എസിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ രണ്ട് ഓക്സിജൻ്റെ മാസുകൾ നമ്മൾ റേഷ്യോ എത്രയാണ്? 2:3 ആണ്. CU2O
യെസ് അങ്ങനെ തന്നെയാണ്. Cu2o CuOയിൽ ഓക്സിജൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണ്, എന്നാൽ കോപ്പറിൻ്റെ മാസ് ഡിഫറെൻ്റ് ആണ്, 2:1 റേഷ്യോയിലാണ്. XeO, XeO2, XeO3 ഇവിടെ 3 പ്രോഡക്റ്റ് ഉണ്ട് അല്ലേ. നമ്മൾ മാസുകൾ നമ്മൾ റേഷ്യോ എക്സിയുടെ മാസ് 3ലും കോൺസ്റ്റൻ്റ് ആണ്, 1:2:3 ആണ്. ഇനി ഇവിടെ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. Carbon and oxygen form 2 oxides. The carbon content of one is 42.9% and other is 27.3%. Show the data illustrate law of multiple proportion. ഇതൊരു ലോ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കറിയാം അവരുടെ പണ്ട് അറ്റോമിക് മാസ് മോളിക്കുലർ മാസമൊന്നും അറിയില്ല. അപ്പോൾ നമ്മളൊരു സാമ്പിളിൻ്റെ മാസ് വെച്ചിട്ടാണ് അവർ ഇതെല്ലാം കണ്ടെത്തുന്നത്. എലമെൻസിൻ്റെ ഒരുപാട് എക്സ്പെരിമെൻറ്റിലൂടെയാണ് എലമെൻസിൻ്റെ മാസും എല്ലാം അവർ കണ്ടെത്തുന്നത്. അതിലൊരു തുടക്കം എന്നുള്ളതാണ് ഈ ബേസിക് ലോസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് അവർ സാമ്പിളിൻ്റെ മാസ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് അല്ലേ എല്ലാം അവർ കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എടുത്തത് സാമ്പിളുടെ മാസാണ്. അപ്പോൾ രണ്ട് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തപ്പം 2 ഓക്സൈഡ് ഉണ്ട്, 2 ഡിഫറെൻറ്റ് ഓക്സൈഡ് ഉണ്ട്. എൻ്റയർലി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് 2 ഡിഫറെൻറ്റ് ഓക്സൈഡ് ഉണ്ട്. ഇതിൽ ഒന്നിൻ്റെ കാർബണിൻ്റെ കണ്ടൻറ്റിൻ്റെ മാസ് 42.9% ആണ്, ഒന്നിൻ്റെത് 27.3% ആണ്. അപ്പോൾ നമുക്ക് കാർബണിൻ്റെ മാസ്സാണ് അറിയുന്നത്. മാസ് ഓഫ് കാർബൺ ഇസ് ഈക്വൽ ടു 42 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, 100ൽ എത്ര ഉണ്ട് അതാണ് അവർ കാണുന്നത്. അപ്പോൾ മാസ് ഓഫ് കാർബൺ എത്രയാണ്, അപ്പോൾ നമുക്ക് കാർബണിൻ്റെ മാസ് എത്ര ആക്കി എടുക്കാം, 42.9 ആക്കി എടുക്കാം. ഓക്സിജൻ എത്ര ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ കാർബണും ഓക്സിജനും ആണല്ലോ കോമ്പൗണ്ടിലുള്ളത്. അപ്പോൾ ഓക്സിജൻ എത്ര ഉണ്ടാവും, 100 പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100 - 42.9. അപ്പോൾ എത്ര കിട്ടി, 57.1. ഇനി നമ്മൾ പറയാണ് 42.9 ഗ്രാം കാർബണിൽ എത്ര ഓക്സിജൻ ഉണ്ട്, 57.1 ഗ്രാം ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കാർബണിൽ എത്ര ഉണ്ട്, 57.1 ഡിവൈഡഡ് ബൈ 42.9. അതെത്ര കിട്ടി, 1.33 ഗ്രാം ഓക്സിജൻ. അപ്പോൾ എന്തിനാണ് ഈ 1 കാണുന്നത്, നമുക്ക് റേഷ്യോ കാണുമ്പോൾ എപ്പോഴും നമ്മളതിനെ 1 ഗ്രാം, കാരണം 2 ഓക്സൈഡിലുള്ള കാർബണിൻ്റെ മാസ് ഫിക്സഡ് ആയിരിക്കും നമുക്കറിയാം അല്ലേ. ഇനി ഓക്സിജൻ്റെ മാസുകൾ നമ്മൾ റേഷ്യോ കാണേണ്ടത്. ഇപ്പോൾ 2ലും നമ്മൾ 1 കാർബൺ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ 40, കാരണം 2ൻ്റെയും മാസ് ഒന്നല്ലല്ലോ. അപ്പോൾ നമ്മൾ 1 ഗ്രാം കാർബണിലുള്ള 2ൻ്റെയും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മാസുകൾ നമ്മൾ റേഷ്യോ കാണാൻ കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ റേഷ്യോ നമുക്ക് കിട്ടും. അതാണ് നമ്മളങ്ങനെ കാണുന്നത്. ഓക്കെ, 42.9 ഗ്രാം കാർബണിൽ എത്ര ഉണ്ട്, 57.1 ഗ്രാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കാർബണിൽ എത്ര ഉണ്ടാവും, 57.1 ഡിവൈഡഡ് ബൈ 42.9 ഗ്രാം. എത്ര കിട്ടി, 1.33 ഗ്രാം ഓക്സിജൻ. ഇനി മാസ് ഓഫ് കാർബൺ നോക്കാം. 27.3 ആണ്, 27.3% ആണ് രണ്ടാമത്തെ കോമ്പൗണ്ടിലുള്ള കാർബൺ പെർസെൻറ്റേജ്. അപ്പോൾ അതിനെ 27.3 ആക്കി എടുക്കാം നമുക്ക്. ഓക്കെ, ടോട്ടൽ 100ൽ 27.3 ഗ്രാം കാർബണാണ്. ബാക്കിയുള്ളത് ഓക്സിജൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഓക്സിജൻ്റെ മാസ് എത്ര, 100 - 27.3, ദാറ്റ് ഈസ് 72.7 ഗ്രാം. ഇനി നമ്മൾ പറയാൻ പോകും 27.3 ഗ്രാം കാർബണിൽ എത്ര ഉണ്ട്, 72.7 ഗ്രാം ഓക്സിജൻ ഉണ്ടെങ്കിൽ 1 ഗ്രാം, രണ്ടും 1 ഗ്രാമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, 1 ഗ്രാം കാർബണിൽ നമുക്ക് റേഷ്യോ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണുന്നത്. 1 ഗ്രാം കാർബണിൽ എത്ര ഉണ്ട്, 72.7 ഡിവൈഡഡ് ബൈ 27.3.
എത്ര കിട്ടി? 2.66 ഗ്രാം ഓക്സിജൻ. ഇനി റേഷ്യോ അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ റേഷ്യോ കാണാം. ആദ്യത്തേൽ റേഷ്യോ എത്ര? 1.33 ഈസ് രണ്ടാമത്തേൽ റേഷ്യോ 2.66. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിവിടെയാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. 1.33 ഈസ്റ്റ് 2.66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും നമ്മൾ റേഷ്യോ കാണും എപ്പോഴും. രണ്ട് വാല്യൂവിൽ ഏറ്റവും ചെറുത് ഏതാന്ന് നോക്കുക. ഏറ്റവും ചെറുത് ഏതാ? 1.33 ആണ്. 1.33യെ രണ്ടിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളിപ്പോൾ എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോയിലേക്ക് മാറ്റുക. അപ്പോൾ 1.33യെ 1.33 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 2.66നെ 1.33 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പോൾ 1:2. അപ്പോൾ കാർബണും ഓക്സിജനും തമ്മിലുള്ള മാസിൻ്റെ റേഷ്യോ, കാർബണും ഓക്സിജനും അല്ല, രണ്ടിലുള്ള കാർബൺ മോണോക്സൈഡിലും കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ഓക്സിജൻ്റെ മാസുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:2 ആണ്. അതാണ് നമ്മൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലമായിട്ടൊന്നും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാറില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ സിലബസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. പക്ഷേ ഞാൻ ഈ പ്രോബ്ലം തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോ ഒന്നും കൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ലോ? when two elements combined to form more than one compounds, different mass of one of the element which combine with the fixed mass of the other bear a simple whole number ratio to one another. ഇനി അടുത്ത ലോ നോക്കാം. ഗേ-ലൂസാക്ക് ലോ ഓഫ് ഗാഷ്യസ് വോളിയം. സോറി, അതിന് മുന്നേ നമ്മൾ ലോ അതിൽ ഇവിടെ എഴുതിയിട്ടാണ്, അവിടെ അതിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ എല്ലാത്തിലും ലോ മാത്രം പഠിച്ചാൽ പോരാ, അത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരും കൂടെ പഠിക്കണം. ഓക്കെ, ജോൺ ഡാൾട്ടൺ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കണ്ടെത്തിയത്. ഇനി അടുത്ത് ഗേ-ലൂസാക്ക് ലോ ഓഫ് ഗാഷ്യസ് വോളിയം. ഗേ-ലൂസാക്ക് ലോ ഓഫ് ഗാഷ്യസ് വോളിയം പേരിൽ തന്നെ ഉണ്ട് ആരാ കണ്ടെത്തിയെന്ന്. ഗേ-ലൂസാക്ക് ലോ വേറെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ലോ പഠിക്കുമ്പോൾ പേര് ഇത് ഫുള്ളായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഗേ-ലൂസാക്സ് ആണ് കേട്ടോ. ഗേ-ലൂസാക്ക് എസ് ആണ് അവിടെ. ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗാഷ്യസ് വോളിയം. H2 + Cl2 gives to HCl. രണ്ട് ഗ്യാസുകൾ എടുക്കുകയാണ് നമ്മൾ. രണ്ട് ഗ്യാസുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്യാസായിട്ട് പ്രോഡക്റ്റ് വരുന്നൊരു കേസിൽ നമ്മൾ ഉള്ള റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഗ്യാസാണ്. അതിൻ്റെ വോളിയം തമ്മിലുള്ള റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതാണ് ലോ പറയുന്നത്. അപ്പോൾ ഇതിനവിടെ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1 വോളിയം ഓഫ് H2 1 വോളിയം ഓഫ് ക്ലോറിനും റിയാക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2 വോളിയം HCl കിട്ടി. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഗ്യാസാണ്. HCl ഗ്യാസാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും അതിൻ്റെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ അല്ലേ, വോളിയം തമ്മിലുള്ള റേഷ്യോ എത്ര വരിക? 1:1:2 ആണ്. എപ്പോഴൊരു സിമ്പിൾ റേഷ്യോയിലാണ് അതിൻ്റെ വോളിയം വരിക. The law states that at constant temperature and pressure, when two gases reacted to form gaseous product, there exists a simple ratio between the volumes of reactant and products. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഗ്യാസ് ആയതുകൊണ്ട് ഗ്യാസിന് പ്രത്യേകത എന്താണ്? അത് ടെമ്പറേച്ചർ പ്രഷറും കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അതിൽ ചേഞ്ച് വരും. അതുകൊണ്ടാണ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വെൻ ടു ഗ്യാസസ് റിയാക്റ്റഡ് ടു ഫോം gaseous product, there exists a simple ratio between the volumes of reactant and products. അപ്പോൾ രണ്ട് ഗ്യാസ് കമ്പൈൻ ചെയ്തിട്ട് വെൻ ടു ഗ്യാസസ്
റിയാക്റ്റഡ് ടു ഫോം gaseous പ്രോഡക്റ്റ് തന്നെ ആവണം, ഗ്യാസ് തന്നെ ആവണം. അങ്ങനെയാണെങ്കിൽ there exists a simple ratio between the volumes of reactant and product. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അപ്പോൾ അതിനൊരു മറ്റൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. N2 + 3H2 gives 2NH3. N2ൻ്റെ 1 വോളിയം അല്ലേ, H2ൻ്റെ 3 വോളിയം, അമോണിയയുടേത് 2 വോളിയം. അപ്പോൾ റേഷ്യോ എന്താ കിട്ടി? 1:3:2 ആണ്. അതൊരു സിമ്പിൾ റേഷ്യോ ആണ് എപ്പോഴും അല്ലേ. അപ്പോൾ അതിൻ്റെ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും തമ്മിലുള്ള വോളിയങ്ങളുടെ റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അതാണ് ലോ പറയുന്നത്. ഇപ്പോൾ 2 ഗ്യാസ് കമ്പൈൻ ചെയ്തിട്ട് ഗ്യാസ് പ്രോഡക്റ്റ് തന്നെ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ വോളിയങ്ങൾ തമ്മിലുള്ള റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അതാണ് ലോ പറയുന്നത്. ദ ലോ സ്റ്റേറ്റ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ when 2 gases reacted to form gaseous product, there exists a simple ratio between the volumes of reactant and product. അപ്പോൾ അവിടെ ഗ്യാസ് ആയതുകൊണ്ടാണ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയും. ഇനി ലാസ്റ്റ് ലോ അവോഗാഡ്രോ ലോ. നിങ്ങൾ അവോഗാഡ്രോ എന്ന് പറയുന്ന ആളെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ നമ്മൾ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു 3 ബലൂൺ കൊടുത്തിട്ടുണ്ട് അല്ലേ? 3 ഒന്നിൽ ഹൈഡ്രജനും ഒന്നിൽ നൈട്രജനും ഒന്നിൽ ഓക്സിജനുമാണ് എടുത്തിരിക്കുന്നത്. 3ൻ്റെയും വോളിയം വലുപ്പം അതിൻ്റെ സൈസ് നോക്കുക അല്ലേ? 3ഉം ഒരുപോലെയാണ്. അവിടെ ഒരേ വോളിയത്തിൽ 3 ഗ്യാസ് കൊടുക്കുകയാണ്. ഈ അവോഗാഡ്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം വളരെ ആദ്യം വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് 13ാമത്തെ വയസ്സിലൊക്കെ ഡിഗ്രി എടുത്തു എന്നൊക്കെയാണ് അവോഗാഡ്രോ. വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് അയാൾ. ഈ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹം കണ്ടെത്തുന്ന ഈ അവോഗാഡ്രോ ലോയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരു പെർട്ടിക്കുലർ വോളിയത്തിലുള്ള ഇതുപോലെയുള്ള ഹൈഡ്രജൻ്റെ നമ്പറാണ് അദ്ദേഹം ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ്, അല്ലാതെ ഒരു എക്സ്പെരിമെൻ്റൽ റിസൾട്ട് അല്ല, കൃത്യമായൊരു എക്സ്പെരിമെൻ്റൽ റിസൾട്ട് അല്ല. പക്ഷേ എങ്കിലും അത് നമുക്കറിയാം, അതൊരു എക്സ്പെരിമെൻ്റലി നമുക്കത് അല്ലാന്ന് നമ്മൾ ഇതുവരെ തെളിയിച്ചിട്ടുമില്ല. അവോഗാഡ്രോ നമ്പർ 1 മോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് അല്ലേ, അതല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് വെച്ചിട്ട് അല്ലേ, ഒരു ഊഹം വെച്ചിട്ട് ഒരു ഏകദേശ ഊഹം വെച്ചിട്ട് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ മോളാർ മാസും മറ്റുള്ള കോൺസെപ്റ്റൊക്കെ വരികയും ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ ലോ പറയുന്ന, പക്ഷേ ലോ എക്സ്പെരിമെൻ്റലി അത് പ്രൂവ്ഡ് ആണ്. നമുക്ക് അദ്ദേഹം ഒരു ഹൈപ്പോസിസ് വെച്ചിട്ട് പറഞ്ഞതാണെങ്കിലും അത് എക്സ്പെരിമെൻ്റലി നമുക്കതിനെ അതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അവിടെ 3 വോളിയത്തിൽ 3 ഗ്യാസ് എടുത്തു. ഒരേ വോളിയത്തിൽ 3 ഗ്യാസ് എടുത്തു. ഇതിൻ്റെ 3ൻ്റെയും നമ്പർ ഓഫ് മോളിക്യൂൾസ് എപ്പോഴും ഒന്നായിരിക്കും. അപ്പോൾ ആദ്യത്തേൽ ഒരു 10,000 നൈട്രജൻ മോളിക്യൂളാണുള്ളതെങ്കിൽ രണ്ടാമത്തേലും 10,000 ഓക്സിജൻ മോളിക്യൂളായിരിക്കും. മൂന്നാമത്തേലും 10,000 ഹൈഡ്രജൻ മോളിക്യൂളായിരിക്കും. അപ്പോൾ അവിടെ വോളിയം ഒരേ വോളിയത്തിൽ ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം മോളാർ ഇത് കണ്ടെത്തുന്നത്. മോളാർ വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് അവോഗാഡ്രോ നമ്പറാണെന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത്. അദ്ദേഹത്തിനൊരു എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഒരു ഹൈപ്പോത്തിസിസ് ഇറക്കുന്നത്.
പക്ഷെ അത് നമുക്കറിയാം, നമുക്ക് അത് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് അത് മനസ്സിലാക്കി പോരുന്നത്. ഓക്കെ, ഒരു എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം കണ്ടെത്തിയതാണ് 22.4, അതാണ് മോളാർ വോളിയം. 4 ലിറ്ററിലുള്ള എല്ലാ ഗ്യാസിൻ്റെയും നമ്പർ ഓഫ് മോളിക്യൂൾസ് എപ്പോഴും സെയിം ആയിരിക്കും. ആ നമ്പർ ഓഫ് മോളിക്യൂൾസാണ് 1 മോൾ എന്ന് പറയുന്നത്. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവോഗാഡ്രോ നമ്പർ 6.022 × 10⁻23. ഇത് ഏതിലുള്ളതാണ്? 22.4 ലിറ്റർ ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം അവോഗാഡ്രോ നമ്പർ ആയിരിക്കും. അതാണ് നമ്മൾ പറയുന്ന 1 മോൾ. അപ്പോൾ അത് ബേസ് ചെയ്യുന്നത് ലോ ഏതാണ്? അവോഗാഡ്രോ ലോ ആണ്. ലോ നമുക്ക് പറയാം, ഈക്വൽ വോളിയം ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് ആർ ഹെൽഡ് ഇൻ എ സെപ്പറേറ്റ് കണ്ടെയ്നർ under constant temperature and pressure, then each container will have same number of molecules. ഒരേ വോളിയത്തിൽ ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 3ലും. അപ്പോൾ അവിടെ ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും നമുക്കറിയാം അതിൻ്റെ മാസൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ അതൊരു പ്രത്യേകത, അത് ഗ്യാസ് ആവണമെന്നാണ്. സോളിഡിനും നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ, ലിക്വിഡിനും അങ്ങനെ പറ്റില്ല. അതൊരു ഗ്യാസിൻ്റെ പ്രത്യേകത കൂടിയാണ്. ആ ഗ്യാസ് ഒരേ വോളിയത്തിൽ ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അവിടെ എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ ഗ്യാസിൻ്റെ മാസ് എത്രയെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരേ വോളിയത്തിൽ ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അതിനുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. Unequal volume of different gases are held in a separate container under constant temperature and pressure. Then each container will have same number of molecules. അപ്പോൾ ആദ്യത്തിൽ 10,000 ആണെങ്കിൽ 3ലും 10,000 തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ്, അത് ഒരു എക്സാമ്പിളും കൂടെ പറയാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് 1 liter hydrogen gas is equal to number of molecules of 1 liter nitrogen gas is equal to number of molecules of 1 liter oxygen gas. ഇനി നിങ്ങൾ ക്ലോറിൻ ഗ്യാസ് എടുക്കുകയാണെങ്കിലും അതിലുള്ള എണ്ണവും തുല്യമായിരിക്കും. അപ്പോൾ എത്രയാണോ ഹൈഡ്രജൻ്റെ 1 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസിലുള്ള നമ്പർ അത്ര തന്നെ ആയിരിക്കും 1 ലിറ്റർ നൈട്രജൻ അല്ല, 1 ലിറ്റർ മീഥേൻ അല്ല, 1 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഏത് ഗ്യാസ് എടുത്ത്. അപ്പോൾ ഒരേ വോളിയത്തിൽ ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ അവോഗാഡ്രോ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം, ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതാണ് അവോഗാഡ്രോ ലോ. അപ്പോൾ ഇതാണ് ഈ 5 ലോ. അപ്പോൾ ഈ 5 ലോയെ ബേസ് ചെയ്തിട്ട് പലപ്പോഴും ചോദ്യം ഉണ്ടാവാറുണ്ട്. ലോ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും ഡയറക്റ്റായിട്ട്. എന്താണ് യെലുസാക്ക് ലോ, എന്താണ് ലോ ഓഫ് മൾട്ടി പ്രൊപ്പോർഷൻ, അങ്ങനെ ചോദിക്കാറുണ്ട്. ലോ കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേര് അത് ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ തരും. ആ എക്സാമ്പിൾ കണ്ടിട്ട് മനസ്സിലാക്കണം ഇത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണോ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണോ. അപ്പോൾ നമുക്ക് എന്തറിയണം, അതിൻ്റെ കോൺസെപ്റ്റ് അറിയണം. അതിനാണ് ഞാൻ എല്ലാത്തിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവാത്തൊരൊന്നും കൂടെ ഇത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ, 100% വരാൻ സാധ്യതയുള്ളൊരു ഷുവർ ക്വസ്റ്റ്യൻ. ഈ 5 ലോയിൽ ഏതെങ്കിലും ഒരു ലോ എക്സാമിനുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ഇപ്പം തന്നെ ഇത് ലോ പഠിക്കുക, ലോയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ഒരു എക്സാമ്പിൾ തന്നു. ഇപ്പോൾ സിനോൺ ഫോം 2 ഓക്സൈഡ്സ്. സിനോൺ എന്നുള്ള കോമ്പൗണ്ട് 2 ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലോ ഏതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ്. 2 എലമെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. വേറെ എക്സാമ്പിൾ പറയാണ്, 2 എക്സ്പെരിമെൻറ്റിൽ കിട്ടിയ സോഡിയം ക്ലോറൈഡിൻ്റെ മാസുകൾ തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്.
എന്ന് പറയാണ്. 2 ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ കിട്ടിയ സോഡിയം ക്ലോറൈഡിൻ്റെ മാസുകൾ നമ്മൾ റേഷ്യോ 1:1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട്, സോഡിയം ക്ലോറൈഡ് മാത്രമേ പറയുന്നുള്ളൂ അവിടെ അല്ലേ. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ എലമെൻറ്റിൻ്റെ മാസുകൾ നമ്മൾ റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്ന ഏത് ലോ ആണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇനി ഒരു തവണ ഗേ-ലുസാക്ക് ലോയെ ബേസ് ചെയ്തിട്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ HCl 1 gram ഹൈഡ്രജൻ റിയാക്റ്റഡ് വിത്ത് 1 gram അല്ല 1 mol ഹൈഡ്രജൻ റിയാക്റ്റഡ് വിത്ത് 1 mol ക്ലോറിൻ ഫോം 2 mol HCl. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, എല്ലാം ഗ്യാസ് ആണോ എന്നുള്ളത് നോക്കുക. അതിൻ്റെ വോളിയം തമ്മിൽ റേഷ്യോ 1:1:2 എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും വോളിയം തമ്മിൽ റേഷ്യോ എന്ന് തന്നതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് ഗേ-ലുസാക്ക് ലോ ആണ്. അപ്പോൾ അവിടെ നോക്കിയാൽ മതി, 3 ഗ്യാസ് അല്ലേ, റിയാക്ഷന് തന്നിട്ടുള്ള 3 ഗ്യാസ് അല്ലേ നോക്കുക. അതിൻ്റെ റിയാക്റ്റൻറ്റിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും കൂടെയുള്ള റേഷ്യോ ആണ് തരിക. വോളിയവും പ്രോഡക്റ്റിൻ്റെ വോളിയം തമ്മിലുള്ള റേഷ്യോ ആണോ തന്നതെന്നുള്ളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഗേ-ലുസാക്ക് ലോ ആണ്. ഇങ്ങനെ നമ്മൾക്കൊരു കോൺസെപ്റ്റ് തരും അല്ലേ, എന്നിട്ട് ഏതാണ് ലോ എന്ന് മനസ്സിലാക്കാനാണ് ഉണ്ടാവുക. ഇനി കൺസർവേഷൻ ഓഫ് മാസ് ആണെങ്കിൽ ഇങ്ങനെ തരിക, അവിടെ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റും ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റും ഇത്രയാണെന്ന് തരും. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ മതി, അത് റിയാക്റ്റൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും സെയിം ആണെങ്കിൽ അതെന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്സാണ്. അപ്പം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തരും, ഒരു എക്സാമ്പിൾ തരും, എന്നിട്ട് അതിൽ നിന്ന് ഏതാണ് ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ലോ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ ഒരു 3 രീതിയിലാണ് ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരിക. അപ്പോൾ എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുക. താങ്ക് യു.